സിൽക്ക് ഗാർഡനിൽ തുണിത്തരങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവ്. ഓണം പ്രമാണിച്ച് വസ്ത്രങ്ങൾ പകുതി വിലയ്ക്ക് ലഭിക്കുന്നു. വസ്ത്രവ്യാപാര രംഗത്തെ 27 വർഷത്തെ സേവന പാരമ്പര്യമുള്ള സിൽക്ക് ഗാർഡനിൽ മറ്റെങ്ങും ലഭിക്കാത്ത തരത്തിലുള്ള ഡിസ്കൗണ്ട് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. സിൽക്ക് ഗാർഡനിൽ എപ്പോഴും തിരക്കാണല്ലോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ജനം പറയും. ഗുണമേന്മയും വിലക്കുറവുമുള്ള വസ്ത്രങ്ങൾ ലഭിക്കണമെങ്കിൽ സിൽക്ക് ഗാർഡനിൽ തന്നെ വരണം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്രാട ദിനത്തിൽ കാഴ്ചക്കുലകൾ സമർപ്പിക്കാൻ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. സമർപ്പിച്ച കാഴ്ചക്കുലകളിൽ ഒരു പങ്ക് ആനകൾക്ക് നൽകി. രാവിലെ 6 മണി മുതൽ കാഴ്ചക്കുലകളുമായി ഭക്തർ ക്യൂ നിൽക്കുകയായിരുന്നു. 1000-നും മീതെ കാഴ്ചക്കുലകളാണ് സമർപ്പിക്കാനായി ഗുരുവായൂരപ്പന്റെ സന്നിധിയിലേക്ക് എത്തിയത്. സ്വർണ്ണ കൊടിമരത്തിന്റെ ചുവട്ടിൽ മേൽശാന്തിയാണ് ആദ്യം കാഴ്ചക്കുല സമർപ്പിച്ചത്. പിന്നീട് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ കാഴ്ചക്കുലകൾ സമർപ്പിച്ചു. അതിനുശേഷം ഭക്തർക്ക് കാഴ്ചക്കുലകൾ സമർപ്പിക്കാനുള്ള അവസരം നൽകി. പണ്ടുകാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാഴ്ചക്കുല സമർപ്പിച്ചിരുന്നത് കാർഷിക സമൃദ്ധിയുടെ ഭാഗമായിട്ടായിരുന്നു. കൃഷിയിടത്തു നിന്നും ഒരു കുല കാഴ്ചയായി ഗുരുവായൂരപ്പന് സമർപ്പിക്കുക എന്നുള്ളതായിരുന്നു ഐതിഹ്യം. പിന്നീട് കാഴ്ചക്കുല സമർപ്പണം ഭക്തർ ഏറ്റെടുത്തു. മുടങ്ങാതെ എല്ലാ വർഷവും ഉത്രാടപ്പുലരിയിൽ കാഴ്ചക്കുലകളുമായി ഭക്തർ ഗുരുവായൂർ അമ്പലനടയിൽ എത്താൻ തുടങ്ങി. കാഴ്ചക്കുല സമർപ്പണത്തിനു ശേഷം ആനയൂട്ട് നടന്നു. ദേവസ്വത്തിന്റെ ആനകൾക്ക് നേന്ത്രക്കുലകൾ നൽകി. ബാക്കിയുള്ള കുലകൾ തിരുവോണ സദ്യയിൽ പഴംപ്രഥമന് വേണ്ടി ഉപയോഗിക്കും. ഇതിനുശേഷമുള്ള കുലകൾ ലേലം ചെയ്യും. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭക്തർ കാഴ്ചക്കുലകളുമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. നേന്ത്രക്കുലകളിൽ തലയെടുപ്പുള്ള ചങ്ങാലിക്കോടനായിരുന്നു കൂടുതൽ പേരും സമർപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.